ഹരികുമാർ സാർ നമസ്കാരം. നമസ്തേ. പാകിസ്ഥാനിലെ സർഗോദയിലെ കിരാന ഹിൽസ്, നമുക്കറിയാം അണുവായുധങ്ങൾ ശേഖരിച്ചിരിക്കുന്നത് അവിടെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ കിരാന ഹിൽസിൽ സംഭവിച്ചത്? ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ ആക്രമണം ഈ ന്യൂക്ലിയർ ആയുധങ്ങൾക്ക് മേൽ ഈ കിരാന ഹിൽസിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നതാണ്. എന്നാൽ അത് യാഥാർത്ഥ്യമായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന ചില റിപ്പോർട്ടുകളാണ്, ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ പരാമർശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ കിരാന ഹിൽസിൽ സംഭവിച്ചത്? ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്ന ജനറൽ അനിൽ ചൗഹാൻ ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി. അത് പൂർണ്ണമായിട്ടും ഞെട്ടിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ അതൊരു പുതിയ സംഭവമല്ല. നമുക്കറിയാമായിരുന്ന ഒരു സംഭവത്തിന് അദ്ദേഹം ആധികാരികത നൽകി. അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 2025 മെയിൽ നടന്ന യുദ്ധത്തിൽ, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരുന്ന യുദ്ധത്തിൽ, പാകിസ്ഥാന്റെ അണ്വായുധ ശേഖരം സൂക്ഷിച്ചിരിക്കുന്ന കിരാന കുന്നുകൾ, കിരാന ഹിൽസ്, അത് സർഗോധ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിനും എയർഫീൽഡിനും ഒക്കെ അടുത്താണ്. അവിടെ ഇന്ത്യയുടെ ഒരു ആക്രമണം ഉണ്ടായി എന്നൊരു വാർത്ത അന്ന് തന്നെ പ്രചരിച്ചിരുന്നതാണ്. മാത്രവുമല്ല, അവിടെ വലിയ സ്ഫോടനം ഉണ്ടായെന്നും ഈ ഇന്ത്യയുടെ ആക്രമണത്തിന് ശേഷം നിരവധി 40ഓളം ചെറിയ ഭൂകമ്പങ്ങൾ ആ പ്രദേശത്തുണ്ടായെന്നും അവിടെ ഇതിനെ തുടർന്ന് ഈ അണുവികരണം, റേഡിയേഷൻ മൂലമുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ബോറോൺ എന്ന മൂലകം അവിടെ കൊണ്ടുവന്നെന്നും ഈ ബോറോൺ വഹിച്ചിരുന്ന ഒരു ഈജിപ്ഷ്യൻ വിമാനം അവിടെ ലാൻഡ് ചെയ്തെന്നും ഒക്കെയുള്ള വാർത്തകൾ അന്ന് പുറത്തു വന്നതാണ്. അപ്പോ അന്ന്, അതായത് ഈജിപ്ഷ്യൻ വിമാനം വളരെ കൃത്യമായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിലെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നത്. ഈജിപ്ഷ്യൻ വിമാനം നമ്പർ ഫ്ലൈറ്റ് EGY 1916 എന്ന ഒരു വിമാനം അവിടെ ലാൻഡ് ചെയ്തതായിട്ടും ഒക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. അന്ന് ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകര് ഇന്ത്യയിലെ ഈ സമയത്ത് മാധ്യമങ്ങൾക്ക് ബ്രീഫ് ചെയ്തിരുന്നത് എയർ മാർഷൽ AR ഭാരതിയാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അന്ന് പറഞ്ഞു, ഈ കിരാന ഹിൽസില് പാകിസ്ഥാൻ അണ്വായുധം സൂക്ഷിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹം പത്രക്കാരോട് തിരിച്ചു ചോദിച്ചു. അത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ ഇന്ത്യക്ക് അറിഞ്ഞുകൂടാ എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞു, അങ്ങനെ കിരാന കുന്നുകളെ ലക്ഷ്യമിട്ട് ഇന്ത്യ ഒന്നും ചെയ്തിട്ടില്ല, പാകിസ്ഥാന്റെ അണ്വായുധ ശേഖരത്തെ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നും പറഞ്ഞ് അദ്ദേഹം ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചു. ഈ കഴിഞ്ഞ ദിവസം അന്നത്തെ ആ അവസാനിപ്പിച്ച ചർച്ചയിൽ നിന്നും തുടങ്ങുകയാണ് ജനറൽ അനിൽ ചൗഹാൻ. അദ്ദേഹം പറഞ്ഞത്, അവിടെ ഒരു ഡ്രോൺ അബദ്ധവശാൽ പോയി ഇടിച്ചിറങ്ങിയിട്ടുണ്ടാകാം എന്നാണ്. അപ്പോ അവിടെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളത് ആദ്യമായിട്ടാണ് ഇന്ത്യ കൺഫേം ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ അവിടെ ഇന്ത്യയുടെ ലക്ഷ്യമായിരുന്നില്ല എന്നുള്ളത് അതായത് എയർ മാർഷൽ AK ഭാരതി പറഞ്ഞു തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ ഒരിക്കലും അങ്ങനെ പാകിസ്ഥാന്റെ അണ്വായുധ ശേഖരത്തെ ലക്ഷ്യം വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട്, ലക്ഷ്യം വെച്ചതല്ല. അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞു. ഇത് ഇന്ത്യയുടെ ഒരു ദീർഘദൂര ആക്രമണ ഡ്രോൺ, അതായത് ഒരു ലോയിറ്ററിംഗ് ഡ്രോൺ, അല്ലെങ്കിൽ സൂയിസൈഡ് കാമിക്കാസി ഡ്രോൺ എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിലുള്ള ഒരു ഡ്രോണ് സർഗോധയെ ലക്ഷ്യമാക്കി ഇന്ത്യ വിക്ഷേപിച്ചിരുന്നു. ആ വിക്ഷേപിച്ച ഡ്രോണ് അതിന്റെ ഇന്ധനം തീർന്നതിനെ തുടർന്ന് അതിന് സമീപത്തുള്ള ഒരു സ്ഥലത്ത് ഇടിച്ചിറങ്ങി. അങ്ങനെയാണ് ഈ സർഗോധ കുന്നുകളിൽ അത് ആക്രമണം നടത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ഈ നമ്മൾ അയച്ചിരുന്ന സൂയിസൈഡ് ഡ്രോണ് ശരിക്കും പാകിസ്ഥാന്റെ റഡാർ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അയച്ചതാണ്. ആ പ്രദേശത്ത് റഡാറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക്, അതായത് റേഡിയോ വേവ്സ് ഡിറ്റക്ട് ചെയ്തിട്ടാണ് ആ ടാർഗറ്റിലോട്ട് അത് എൻഗേജ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ റേഡിയോ വേവ്സ് അവിടുന്ന് വരുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് അപ്പോഴേക്കും അതിന് 2.5 മണിക്കൂർ മാത്രം അന്തരീക്ഷത്തിൽ പറക്കാൻ ശേഷിയുള്ള ഒരു ഡ്രോണാണ്. അത് കാരണം അതിന്റെ ഒരു ഇന്ധനം തീർന്നതുകൊണ്ട് അത് അവിടെ ഇടിച്ചിറങ്ങി എന്നുള്ള ഒരു വിശദീകരണമാണ് ജനറൽ അനിൽ ചൗഹാൻ നൽകിയത്. ഇനി ഇത് ഉയർത്തുന്ന ഒരുപാട് ഈ ഒരു വെളിപ്പെടുത്തൽ, ജനറൽ അനിൽ ചൗഹാൻ നടത്തിയ വെളിപ്പെടുത്തൽ ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളും
അത് നമ്മൾ ഏത് രീതിയിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ ആക്രമണം നടന്നു. അത് സംഭവ സത്യമാണ്. മനഃപൂർവ്വമായാലും അല്ലെങ്കിൽ. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് ഒരു 2-3 കൊല്ലം മുമ്പ് ഇന്ത്യയുടെ ഒരു ബ്രഹ്മോസ് മിസൈല്, അതിലെ വാർഹെഡ് ഇല്ലായിരുന്നു, പാകിസ്ഥാനിലേക്ക് നമ്മൾ അയച്ചിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞത് അത് കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥന് പറ്റിയ ഒരു പിഴവാണ് എന്നാണ്. അത് ആളില്ലാത്ത ഒരു പ്രദേശത്താണ് കൃത്യമായിട്ട് ആ ബ്രഹ്മോസ് മിസൈൽ പോയി പതിച്ചത്. പക്ഷെ ആ ബ്രഹ്മോസിന്റെ വിക്ഷേപണം അത് പലർക്കും ഒരു മുന്നറിയിപ്പായിരുന്നു. അതായത് പാകിസ്ഥാന്റെ കൈവശമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ബ്രഹ്മോസ് മിസൈലിനെ തടുക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാനെ ഇന്ത്യ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു സംഭവമായിരുന്നു. അത് മനഃപൂർവ്വമായിരുന്നു വാർഹെഡ് വെക്കാതിരുന്നത്. അതായത് അതവിടെ നാശനഷ്ടം വരുത്തേണ്ട, ഇതൊരു മുന്നറിയിപ്പ് അത്രമാത്രമായിരുന്നു. അങ്ങനെയാണ് അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ. ഇനി രണ്ടാമത്, ഇപ്പോ ഈ കിരാന ഹിൽസിനെ ടാർഗറ്റ് ചെയ്തത് ഇത് ശരിക്കും അമേരിക്കയ്ക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. അതായത് ഈ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് ഇന്ത്യ കൊടുത്തത്, ഇന്ത്യക്ക് പാകിസ്ഥാന്റെ അണ്വായുധങ്ങളെ തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കും, നിങ്ങൾ കൊടുത്തിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളോ ചൈന നൽകിയിരിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കോ ഒന്നും തന്നെ ഇന്ത്യയെ തടയാൻ പറ്റില്ല എന്നുള്ള അതീവ കൃത്യമായ മുന്നറിയിപ്പാണ് ആ ആക്രമണത്തിലൂടെ ഇന്ത്യ നടത്തിയത്. അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം, ഈ ആക്രമണത്തിലൂടെ പാകിസ്ഥാന്റെ അണ്വായുധ ശേഖരത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് ഇന്ന് വിലയിരുത്തപ്പെടുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ആക്രമണം നടന്നു എന്നുള്ളത് ഇപ്പൊ ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് മനഃപൂർവ്വം അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ കഴുത്തിന് നേരെ, നിങ്ങളുടെ തലയ്ക്ക് നേരെ ഒരു വെടിയുണ്ട വന്ന് നിങ്ങളുടെ തലയിൽ കയറി, അത് വെടിവെച്ച ആള് മനഃപൂർവ്വമാണെങ്കിലും വെടിവെച്ച ആൾ അറിയാതെ വെടിവെച്ചതാണെങ്കിലും തലച്ചോറിൽ വെടിയുണ്ട കയറിയാൽ നിങ്ങൾ ചത്തുപോകും. അത് വെടിവെച്ച ആളിന്റെ ലക്ഷ്യം, പിന്നെ ഇന്റൻഷൻ അല്ല അവിടെ പ്രധാനം. വെടിയുണ്ട അകത്തേക്ക് തുളച്ചു കയറി എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, അവിടേക്ക് ആക്രമണം നടത്തിയത് രാജ്യത്തിന്റെ താല്പര്യമോ ഇന്റൻഷനോ ഒന്നും കാര്യമില്ല. ആക്രമണം വളരെ കൃത്യമായിരുന്നു. ആക്രമണം നടന്നു എന്നുള്ളത് സത്യമാണ്. അവിടെ പൊട്ടിത്തെറി ഉണ്ടാകുന്ന ശബ്ദം എല്ലാവർക്കും ആ വീഡിയോയിൽ ലഭ്യമാണ്. ആ വീഡിയോ ഇപ്പൊ വീണ്ടും പ്രചരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ഇത് ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞതുപോലെ ഇത് വെറും ഒരു ഡ്രോൺ ആക്രമണം ആയിരുന്നില്ല എന്നാണ് പല ആൾക്കാരും, പ്രതിരോധ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. വെറും ഒരു ഡ്രോൺ ആക്രമണത്തിന്റെ സൗണ്ട് അല്ല അവിടെ കേട്ടത്. ഒരു വലിയ മിസൈലോ അതല്ലെങ്കിൽ ഒരു വലിയ ഡ്രോണിന്റെ ഒരു സ്വാമോ ഒക്കെ വരുന്ന ഒരു വലിയ ആരവം പോലത്തെ സൗണ്ടാണ് അവിടെ കേൾക്കുന്നത്. ആൾക്കാർ പരിഭ്രാന്തരായിട്ട് നിലവിളിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ട്. അപ്പൊ ആ നടന്നത് ഒരു, പലരും പറയുന്നത്, പല വിശദീകരണങ്ങളും പറയുന്നത് ഹാറൂപ്പ് എന്ന ഇസ്രായേൽ നിർമ്മിത ഡ്രോൺ ആണെന്ന്. അങ്ങനെ ഒരു ഹാറൂപ്പ് ഡ്രോണിൽ പരമാവധി 30 തൊട്ട് 40 കിലോ വരെ സ്ഫോടക വസ്തു മാത്രം വഹിക്കുന്ന ഹാറൂപ്പ് ഡ്രോണ് ഇത്ര സെക്യൂർ ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന, അതായത് ബങ്കറുകളിൽ ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന, ഏതാണ്ട് 1 മീറ്ററോ 1.5 മീറ്ററോ ഒക്കെ തിക്നെസ് ഉള്ള കോൺക്രീറ്റ് വാളുകൾക്കുള്ളിൽ, അതായത് ഭിത്തികൾക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സാധനത്തിനെ ഒന്നും ചെയ്ത് പറ്റത്തില്ല. അവിടേക്ക് ഒരു ഡ്രോൺ വന്നെന്ന് വിചാരിച്ച് ആരും പേടിക്കത്തുമില്ല. പക്ഷെ അങ്ങനെ ഒരു ചെറിയ ഡ്രോൺ അല്ല അവിടെ ചെന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സൂചന. മൂന്നാമത്തെ വിഷയം, ഈ ആക്രമണത്തിന് ശേഷമാണ് അമേരിക്ക ഇന്ത്യയുമായിട്ട് എന്തോ ഒരു ഡീൽ ഉണ്ടാക്കിയിരുന്നു. ഇവിടെ ഈ ഇന്നലത്തെ പ്രസംഗത്തിൽ ജനറൽ അനിൽ ചൗഹാൻ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നമുക്ക് മെച്ചപ്പെട്ട സിറ്റുവേഷണൽ അവയർനെസ് ഉണ്ടായിരുന്നു, നമുക്ക് മെച്ചപ്പെട്ട ബാറ്റിൽ ഫീൽഡ് കോർഡിനേഷൻ, ട്രാൻസ്പെറൻസി. ഇതിന്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്, നമ്മുടെ 3 സർവീസും തമ്മിൽ, അതായത് ആർമി, നേവി, എയർഫോഴ്സ്, ഇവ തമ്മിലുള്ള കൃത്യമായ കോർഡിനേഷൻ ആണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള സെൻസറുകൾ, ഉപഗ്രഹ ഡേറ്റകൾ, ഇതൊക്കെ കൃത്യമായിട്ട് പ്രോസസ് ചെയ്ത് അതിവേഗം നമുക്ക് റിയൽ ടൈം സിറ്റുവേഷണൽ അവയർനെസ്സും ശത്രുവിന്റെ ഓരോ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും ഒക്കെ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിച്ചതെന്നാണ്. അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അതിനോടൊപ്പം ഞാനൊരു കാര്യം പറയാം. അമേരിക്ക
ഈ ഒരു ആക്രമണത്തിന് ശേഷം ഇന്ത്യക്ക് പല വിവരങ്ങളും നൽകാൻ തയ്യാറാണ്. അമേരിക്കൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് നേരിട്ട് സംസാരിച്ചിരുന്നു. അതിനൊക്കെ അത് വിദേശകാര്യമന്ത്രി ജയശങ്കർ തന്നെ അതിന് തെളിവ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പക്ഷെ അന്നത് ആരും അത്ര വലിയ കൂട്ടി വായിക്കാനൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പല കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോഴാണ് സത്യത്തിന്റെ യഥാർത്ഥ മുഖം നമ്മൾ അറിയും. പിന്നെ അത് മാത്രവുമല്ല, ഇന്ത്യ കൊടുത്ത ഒരു സൂചന, നമ്മൾ എന്തിനും തയ്യാറാണ് എന്നുള്ള ഒരു വ്യക്തമായ സൂചനയാണ് അതിലൂടെ പാകിസ്ഥാന് കൊടുത്തത്. അണ്വായുധ യുദ്ധം, എപ്പോഴും അണ്വായുധത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ നോക്കുകയാണ്. ഒരു കാരണവശാലും അതിനി നടക്കില്ല. നിങ്ങളുടെ അണ്വായുധ കേന്ദ്രത്തെ തന്നെ ഞങ്ങൾ ആക്രമിച്ചിരിക്കുന്നു, വേണമെങ്കിൽ തിരിച്ചടിക്കും. ഇതൊരു വെല്ലുവിളിയായിട്ട് പാകിസ്ഥാൻ ഞെട്ടിപ്പോയി. കാരണം പാകിസ്ഥാൻ അതിനുശേഷമാണ് പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യയുടെ DGMOയുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നീട് അത് വെടിനിർത്തലിലേക്ക് അവർ ആദ്യം തന്നെ വെടിനിർത്തൽ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചതും ഒക്കെ ഇതിന്റെ പിന്തുടർച്ചയാണ്. അത് മാത്രമല്ല, അവർ തിരിച്ചറിഞ്ഞ ഇന്ത്യയുടെ കാരിയർ ഗ്രൂപ്പ്, INS വിക്രാന്തിന്റെ നേതൃത്വത്തിൽ നയിക്കുന്ന കാരിയർ ഗ്രൂപ്പ് അറേബ്യൻ കടലിൽ അത് നിലയുറപ്പിച്ചിരുന്നു. പക്ഷെ അതിന്റെ പൊസിഷൻ പോലും അവർക്ക് കൃത്യമായിട്ട് പിടികിട്ടിയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് അവർക്ക് അവരുടെ പരിമിതികളെ കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്താനും അത് അവർ തിരിച്ചറിയുന്നതും ഈ ആക്രമണത്തെ തുടർന്നു. കാരണം ഇവിടെ അവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടി അവർ ഒരുക്കിയിരുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഒരു കാരണവശാലും ഇന്ത്യക്ക് ഒരു വെല്ലുവിളി അല്ല എന്നും അവർ തിരിച്ചറിഞ്ഞു. ഇപ്പൊ അബദ്ധത്തിലാണെങ്കിൽ ഒരു ഡ്രോൺ അവിടെ ചെന്ന് ഇടിച്ചിറങ്ങിയ അതിന്റെ അർത്ഥം എന്താണ്? അതല്ലെങ്കിൽ അതിനു മുമ്പ് ഈ ഡ്രോണിനെ ഇടണ്ടോ അല്ലെ? പ്രത്യേകിച്ച് ഈ ഇന്ധനം തീരാറായ ഒരു ഡ്രോൺ ആണെങ്കിൽ ശരിക്കും അതിന്റെ വേഗതയും അതിന്റെ സെൻസറുകളും ഒന്നും ശരിയായിട്ട് പ്രവർത്തിക്കത്തില്ല. കാരണം പവർ വളരെ കുറവായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇത് പാകിസ്ഥാന് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഇത്. പിന്നെ മറ്റൊരു കാര്യം, പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര ശൃംഖല ഇന്ത്യ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും ഇത്തരം ഭീകര ശൃംഖലകളുടെ സഹായത്തോടുകൂടി ഇന്ത്യയെ ഒതുക്കാം എന്നുള്ള വാർ ഓഫ് അട്രീഷൻ, 1000 മുറിവുകളിലൂടെ ഇന്ത്യയുടെ ചോര ഒഴുക്കി കളഞ്ഞ് ഇന്ത്യയെ ദുർബലമാക്കാം എന്നൊക്കെയുള്ള തന്ത്രങ്ങൾ ഇനി വിലപ്പോകില്ല എന്നുമൊക്കെയുള്ള കൃത്യമായ ഒരു മിലിറ്ററി സൂചനയാണ്. അതായത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മുടെ സൈന്യമോ നമ്മുടെ പ്രധാനമന്ത്രിയോ ഒന്നും അത് പുറത്തോട്ട് പറയുന്നില്ല. പക്ഷെ അത് കൃത്യമായിട്ടും അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പാണ്. ഇന്ത്യയുടെ ഒരു ശക്തി പ്രകടനം തന്നെ ആയിരുന്നു. പാകിസ്ഥാന് കൊടുത്ത ഒരു അതീവ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഇത് പാകിസ്ഥാൻ തീർച്ചയായിട്ടും അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ പാകിസ്ഥാൻ മനസ്സിലാക്കി അവർ പെട്ടെന്ന് ഈ യുദ്ധത്തിന് ഒരു വിരാമം ഇടാനായിട്ട് വെടിനിർത്തലിന് ആവശ്യപ്പെട്ടു. ഇതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അത് കാര്യങ്ങളിൽ കുറച്ചുകൂടെ വ്യക്തമാവുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത നമുക്ക് അടുത്ത ദിവസം തന്നെ നമുക്ക് ചെയ്യാം. അതായത് ഇന്ത്യയും ഈ യുദ്ധത്തിൽ നമ്മൾ പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുന്ന ഒരുപാട് വസ്തുതകൾ ഇപ്പോൾ പതുക്കെ ഒന്നൊന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഇന്ത്യ ഈ യുദ്ധത്തിൽ അവസാന ദിവസങ്ങളിലായപ്പോഴേക്കും ഇന്ത്യയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി ഈ യുദ്ധം? ഇത് അമേരിക്ക തിരിച്ചറിഞ്ഞു. അമേരിക്ക ഈ ഒരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ പെട്ടെന്ന് ട്രംപിനെ പരിഭ്രാന്തനും കോപാകുലനുമാക്കിയത്. അത് ട്രംപ് ഉദ്ദേശിക്കുന്ന രാജ്യമല്ല ഇന്ത്യ എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ട്രംപ് പെട്ടെന്ന് പരിഭ്രാന്തനായത്. അദ്ദേഹത്തിന് ഇന്ത്യയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ പരിമിതിയായിട്ട് അദ്ദേഹം മനസ്സിലാക്കുകയും അത് അമേരിക്ക നിസ്സഹായമായി പോയി എന്ന് അമേരിക്കയ്ക്ക് തോന്നുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വസ്തുതകൾ ഇതിലുണ്ട്. അത് നമുക്ക് തുടർച്ചയായി കുറച്ച് ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചകൾ വരും ദിവസങ്ങളിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാം. കാത്തിരിക്കുക. പുതിയ വിവരങ്ങളും നിങ്ങൾ ഇതുവരെ അറിയാത്ത സത്യങ്ങളുടെ വിശദീകരണങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുന്നിലെത്താം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.